ഹായ് ഗായ്സ്, സെക്ഷൻ 43 CRPC നമുക്ക് എല്ലാവർക്കും പോലീസിൻ്റെ റൈറ്റ്സ് തരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കറക്റ്റ്, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കിയത്. നിങ്ങൾക്കും പോലീസ് ആവാം. എങ്ങനെ? നിങ്ങളുടെ മുന്നിൽ പബ്ലിക്കിൽ ഒരു ക്രൈം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരാളെ ഇട്ട് അടിച്ച് കൊല്ലാൻ കൊന്നുകൊണ്ടിരിക്കുക, അടിച്ചുകൊണ്ടിരിക്കുക, ഇടിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ആവട്ടെ, എനി ഒഫൻസ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് ആ ക്രിമിനൽസിനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ആ പറയുന്ന ആളെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ രക്ഷിക്കാനുള്ള എല്ലാ റൈറ്റും നിങ്ങൾക്കുണ്ട്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ക്രിമിനൽസിനെ നിങ്ങൾക്ക് പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ റൈറ്റും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ദൈവം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഇനി പോലീസിൻ്റെ അടുത്ത അടി നമുക്കായിരിക്കും കിട്ടുന്നത്, നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇടപെട്ട്? അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കില്ല. പോലീസ് ഹെൽപ്പ് ചെയ്യുള്ളൂ. പോലീസ് വിൽ താങ്ക് യു ഫോർ ദാറ്റ്. മനസ്സിലായോ? കാരണം എന്താണ്, പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾക്ക് ആ സമയത്ത് ഈ പറഞ്ഞ ഞാൻ സെക്ഷൻ 43 CRPC തരുന്നുണ്ട്. ഒരു ക്രൈം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ടെങ്കിൽ ആസ് എ കോമൺ മാൻ യു ഗോട്ട് ദ റൈറ്റ് ടു സേവ് ദാറ്റ് പേഴ്സൺ ആൻഡ് ഹാൻഡ് ഓവർ ദ ക്രിമിനൽസ്. പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം ഈ ക്രിമിനൽസിനെ ഈ പറഞ്ഞ ഒഫൻസ് കണ്ടിന്യൂ ചെയ്യാതെ, നോക്കിക്കൊണ്ട് നിൽക്കാതെ അവരെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ആളുകളെ അറസ്റ്റ് ചെയ്ത് പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിക്കേണ്ട ഒരു റൈറ്റ് നിങ്ങൾക്കുണ്ട്. അത് CRPC നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പലർക്കും ഇത് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒരു 5-6 പേര് കൂടെ ഉണ്ടെങ്കിൽ ഒരാൾ മാത്രം ഒരാളെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 5-6 പേർക്ക് പോയിട്ട് ഈ ഒരാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കാൻ വലിയ പണിയൊന്നുമില്ല അല്ലേ? അല്ലാതെ മറ്റേ ആളെ കൊല്ലുന്നവരെ നോക്കി നിൽക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ റൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പോലീസ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള റൈറ്റ് CRPC തരുന്നുണ്ട്. എന്നിട്ട് ഈ മനുഷ്യനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ.